ജ്യോതിഷമെന്ന മഹാസമുദ്രത്തിലെ 27 നക്ഷത്രമുത്തുകളിൽ ഏറ്റവും പ്രഭയുള്ളതും എന്നാൽ അത്ര തന്നെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ചതുമായ ഒന്നാണ് പൂരം. പൂരം പിറന്ന പുരുഷൻ എന്ന പഴഞ്ചൊല്ലിലൂടെ മലയാളികളുടെ ഉപബോധ മനസ്സിൽ പണ്ടേ ഇടം പിടിച്ച നക്ഷത്രം. എന്നാൽ കേവലം ഒരു ചൊല്ലിനപ്പുറം ആകാശമണ്ഡലത്തിലെ ചിങ്ങം രാശിയിലെ ഈ 11ാം നക്ഷത്രത്തിന് പറയാനുള്ളത് അധികാരത്തിന്റെയും ആഡംബരത്തിന്റെയും പ്രണയത്തിന്റെയും അതിലുപരി തീക്ഷ്ണമായ ആന്തരിക സംഘർഷങ്ങളുടെയും കഥയാണ്. പൂരമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആനച്ചന്തവും മേളക്കൊഴുപ്പും വർണ്ണക്കുടകളും നിറഞ്ഞ ഒരു ഉത്സവ കാഴ്ചയാണ്. ഈ ഉത്സവത്തിന്റെ എല്ലാ ഭാവങ്ങളും പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലുമുണ്ട്. ആൾക്കൂട്ടത്തിന് നടുവിൽ പ്രകാശിച്ചു നിൽക്കാനും മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാനും ഇവർക്ക് ജന്മന ഒരു സിദ്ധിയുണ്ട്. നക്ഷത്രനാഥനായ ശുക്രനും രാശിനാഥനായ സൂര്യനും കൈകോർക്കുമ്പോൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു രാജകീയ കലാകാരനാണ്. സൂര്യന്റെ തേജസ്സും ശുക്രന്റെ ലാസ്യവും ഒത്തുചേരുന്ന ഈ നക്ഷത്രക്കാർ സമൂഹത്തിന്റെ മുൻനിരയിലല്ലാതെ മറ്റെവിടെയും ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ ഈ തിളക്കമുള്ള പുറമോടിക്കുള്ളിൽ ആരും കാണാത്ത ചില കാണാപ്പുറങ്ങളുണ്ട്. പൂരത്തിന്റെ പ്രതീകം ഒരു തൊട്ടിലല്ലെങ്കിൽ കട്ടിലിന്റെ കാലുകളാണ്. ഇത് വിശ്രമത്തെയും ആനന്ദത്തെയും സൂചിപ്പിക്കുന്നുവെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ വലിയൊരു മനഃശാസ്ത്രപരമായ സത്യമുണ്ട്. പുറം ലോകം കാണുന്ന എല്ലാ ആഡംബരങ്ങൾക്കും നടുവിലിരിക്കുമ്പോഴും തന്റെ മനസ്സിന് വിശ്രമം നൽകുന്ന ഒരു സുരക്ഷിതമായ ഇടം തേടിയുള്ള ഒരു യാത്രയിലാണ് ഓരോ പൂരം നക്ഷത്രക്കാരനും. ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഏകാന്ത പതികനായി മാറുന്ന അവസ്ഥ പൂരത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. പൂരത്തിന്റെ ദേവതയായ ഭഗൻ ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ്. പുരാണങ്ങളിൽ അന്ധനായി പോയ ഒരു ദേവനായാണ് ഭഗനെ ചിത്രീകരിക്കുന്നത്. ഇതിന്റെ പൊരുൾ തേടി പോകുമ്പോഴാണ് പൂരത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം നാം തിരിച്ചറിയുന്നത്. പുറമേയുള്ള കാഴ്ചകൾക്കപ്പുറം ആത്മീയമായ ഉൾക്കാഴ്ചയിലൂടെ ലോകത്തിനെ കാണാൻ വിധിക്കപ്പെട്ടവരാണ് ഇവർ. ഐശ്വര്യത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ലൗകിക സുഖങ്ങളിലെ നശ്വരതയെക്കുറിച്ച് ഇവർ ചിന്തിച്ചേക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ നടത്തുന്നത് പൂരം നക്ഷത്രക്കാരുടെ സ്വഭാവവിശേഷങ്ങളിലൂടെയുള്ള വെറുമൊരു യാത്രയല്ല, മറിച്ച് അവരുടെ ആരും പറയാത്ത രഹസ്യങ്ങളിലേക്കും അവർ സമൂഹത്തിൽ എങ്ങനെ വ്യത്യസ്തരാകുന്നു എന്നതിലേക്കുള്ള ഒരാഴത്തിലുള്ള പരിവേഷണമാണ്. എന്തിനാണ് ഇവർക്ക് പ്രണയത്തിൽ ഇത്രയേറെ തീവ്രത അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇവർ പലപ്പോഴും മടിയന്മാരാണെന്ന് മുദ്രകുത്തപ്പെടുന്നത്? അവരുടെ വിജയങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ പ്രേരക ശക്തി എന്താണ്? ഒരു വിടർന്ന പൂ പോലെ സൗന്ദര്യം പരത്തുന്ന എന്നാൽ അഗ്നിയെ പോലെ സത്യസന്ധമായ പൂരം നക്ഷത്രത്തിന്റെ അറിയാ കഥകളിലേക്ക് നമുക്ക് കടക്കാം. ഭാഗ്യദേവതയുടെ കടാക്ഷവും സൂര്യന്റെ ആത്മബലവും ഒത്തുചേരുന്ന ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ വെളിച്ചവും നിഴലും ഒരേപോലെ വെളിപ്പെടുത്തുന്ന ആരും ഇന്നുവരെ സ്പർശിക്കാത്ത ആ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 11ാമത്തേതാണ് പൂരം. ചിങ്ങം രാശിയിൽ പൂർണ്ണമായും നിലകൊള്ളുന്ന ഈ നക്ഷത്രം സൗന്ദര്യം, ഐശ്വര്യം, ആനന്ദം എന്നിവയുടെ പ്രതീകമാണ്. ശുക്രൻ അധിപനായ നക്ഷത്രമെന്ന നിലയിൽ കലയോടും ആഡംബരത്തോടും പ്രണയത്തോടുമുള്ള ഒരു പ്രത്യേക ചായ്വ് ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. എന്നാൽ കേവലം ഒരു ആഡംബര പ്രിയർ എന്നതിലുപരി പൂരത്തിന് ഗഹനമായ ആത്മീയ വശങ്ങളും ആരും കാണാത്ത ആന്തരിക തലങ്ങളുമുണ്ട്. പൂരം നക്ഷത്രക്കാർ സാധാരണയായി ആൾക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നവരായിരിക്കും. അവരുടെ നടത്തത്തിലും സംസാരത്തിലും ഒരു പ്രത്യേക പ്രൗഢിയുണ്ടാകും. ശുക്രന്റെ സ്വാധീനം കാരണം ഇവർക്ക് വശ്യമായ സംസാരശേഷിയും ആകർഷകമായ രൂപവും ഉണ്ടാകും. മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ചിങ്ങം രാശിയിൽ വരുന്നതിനാൽ സൂര്യന്റെ ആത്മവിശ്വാസവും രാജകീയ ഭാവവും ഇവരിലുണ്ട്. തോൽക്കാൻ ഇവർക്ക് മടിയാണ്. സംഗീതം, സാഹിത്യം, നൃത്തം, അഭിനയം തുടങ്ങിയ മേഖലകളിൽ പൂരം നക്ഷത്രക്കാർ ശോഭിക്കുന്നു. ക്രിയേറ്റീവായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ് ഇവർക്ക് മാനസികമായ സംതൃപ്തി ലഭിക്കുന്നത്. പൂരം നക്ഷത്രക്കാരെ കുറിച്ച് പുറമേ കാണുന്നതല്ല സത്യം. അവരുടെ ഉള്ളിൽ ആരും അറിയാത്ത ചില വികാര തടങ്ങളുണ്ട്. സമൂഹത്തിലെപ്പോഴും സജീവമായി കാണപ്പെടുന്ന ഇവർ ഉള്ളിന്റെ ഉള്ളിൽ വലിയൊരു ഏകാന്തത കൊണ്ട് നടക്കുന്നവരാണ്. പൂരത്തിന്റെ പ്രതീകമായ കട്ടിൽ വിശ്രമത്തെ സൂചിപ്പിക്കുന്നത് പോലെ പുറമേയുള്ള കോലാഹലങ്ങൾക്കൊടുവിൽ അവർ തങ്ങളുടെ സ്വകാര്യമായ ഇടത്തിലേക്ക് ഉൾവലിയാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർക്ക് മുന്നിൽ അതിശക്തരായി നിൽക്കുമ്പോഴും താൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് അവർ സ്വയം നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ആത്മവിശ്വാസം പലപ്പോഴും ഒരു കവചം മാത്രമാണ്. പൂരം ഭൗതിക സുഖങ്ങളുടെ നക്ഷത്രമാണെന്ന് പറയപ്പെടുമെങ്കിലും ജീവിതത്തിന്റെ പകുതി കഴിയുന്നതോടെ ഇവർ വലിയ ആത്മീയ ചിന്തകളിലേക്ക് തിരിയുന്നത് കാണാം. ഐശ്വര്യദേവനായ ഭഗൻ കാഴ്ച നൽകുന്നത് പോലെ ഇവർക്ക് പ്രവചന സ്വഭാവമുള്ള ഉൾവിളികൾ ഉണ്ടാകാറുണ്ട്. ഏതൊരു നക്ഷത്രത്തെയും പോലെ പൂരത്തിനും 2 വശങ്ങളുണ്ട്. ഇവർക്ക് കള്ളം പറയാനോ കപടത കാണിക്കാനോ ബുദ്ധിമുട്ടാണ്. മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയാൻ ഇവർക്ക് മടിയില്ല. ആരെങ്കിലും കഷ്ടപ്പെടുന്നത് കണ്ടാൽ തന്റെ കയ്യിലുള്ളത് നൽകി സഹായിക്കാൻ ഇവർ തയ്യാറാകും. ഒരു സംഘത്തെ നയിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ആളുകളെ എങ്ങനെ ഒപ്പം നിർത്തണമെന്ന് ഇവർക്കറിയാം. താനാണ് ശരിയെന്ന തോന്നൽ പലപ്പോഴും ഇവരെ അഹങ്കാരികളായി ചിത്രീകരിക്കാൻ കാരണമാകും. മടി എന്നത് പൂരം നക്ഷത്രത്തിന്റെ ഒരു വലിയ പോരായ്മയാണ്. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും അത് നീട്ടിവെക്കാനുള്ള പ്രവണത ഇവരിൽ കൂടുതലാണ്. വിശ്രമം എന്ന പ്രതീകം അതിരുകടന്നാൽ അത് മടിയായി മാറും. പെട്ടെന്ന് ദേഷ്യം വരികയും എന്നാൽ അത് വേഗത്തിൽ ആറുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇവരുടേത്. എങ്കിലും ആ നിമിഷങ്ങളിൽ ഇവർ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയേക്കാം.
പൂരം നക്ഷത്രക്കാർ പ്രണയത്തിന്റെ കാര്യത്തിൽ വളരെ തീവ്രമായി ചിന്തിക്കുന്നവരാണ്. പങ്കാളിയിൽ നിന്ന് അമിതമായ സ്നേഹവും ശ്രദ്ധയും ഇവർ ആഗ്രഹിക്കുന്നു. പങ്കാളി തന്നെ അവഗണിക്കുന്നു എന്ന് തോന്നിയാൽ ഇവർ വല്ലാതെ തളർന്നു പോകും. വിവാഹ ജീവിതത്തിൽ ഇവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെങ്കിലും തങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നിനും ഇവർ നിൽക്കില്ല. കുട്ടികളോട് ഇവർക്ക് പ്രത്യേക വാത്സല്യമുണ്ടാകും. കച്ചവടം, കല, വിനോദസഞ്ചാരം, സിനിമ, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ബിസിനസ്, അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ ഇവർ തിളങ്ങുന്നു. കൃത്യമായ പ്ലാനിങ്ങിലൂടെ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇവർക്ക് കഴിയും. എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഇവർ ജാഗ്രത പാലിക്കണം. പൂരം നക്ഷത്രക്കാർ ജീവിതത്തിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി അമിത വിശ്വാസമാണ്. കൂടെ നിൽക്കുന്നവർ ചതിക്കുന്നത് പലപ്പോഴും ഇവർ തിരിച്ചറിയാറില്ല. സാമ്പത്തികമായി ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ സാധാരണമാണ്. എങ്കിലും തളരാതെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് പ്രകൃതി ഇവർക്ക് നൽകിയിട്ടുണ്ട്. ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ പൂരം നക്ഷത്രക്കാർ തങ്ങളുടെ പൂർവ്വജന്മത്തിലെ ബാധ്യതകൾ തീർക്കാൻ ഈ ജന്മത്തിൽ അമിതമായി അധ്വാനിക്കേണ്ടി വരുന്നവരാണ്. പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കുന്നവരാവും ഇവർ. താൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു ഭയം എപ്പോഴും ഇവരുടെ ഉപബോധ മനസ്സിലുണ്ടാകും. അതുകൊണ്ടാണ് ഇവർ എപ്പോഴും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത്. പൂരം നക്ഷത്രത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഐശ്വര്യം നൽകും. ചിങ്ങം രാശിയിൽ വരുന്നതിനാൽ സൂര്യനെ പ്രീതിപ്പെടുത്തുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് പൂരത്തിന്റെ ദേവനായ ഭഗനെ പ്രീതിപ്പെടുത്താൻ ഉത്തമമാണ്. പുരാണപരമായി പൂരം നക്ഷത്രം ശിവപാർവതിമാരുടെ വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട സമയമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സമാഗമം പൂരത്തിന്റെ ഊർജമാണ്. അതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർ പ്രണയത്തിനും ദാമ്പത്യത്തിനും ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. മിക്ക നക്ഷത്രങ്ങളും കഠിനാധ്വാനത്തെയും കർമ്മത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ പൂരം നക്ഷത്രം വിശ്രമത്തിന് പ്രാധാന്യം നൽകുന്നു. കഠിനാധ്വാനം ചെയ്ത ശേഷം അത് ആസ്വദിക്കാനുള്ള മനസ്സ് ഇവർക്കുണ്ട്. ഇവർ ഒരിക്കലും വെറുതെ ഓടി നടക്കില്ല, മറിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ആസ്വദിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. ശുക്രന്റെ സ്വാധീനം പൂരം നക്ഷത്രക്കാർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം മികച്ച കലാവാസനയാണ്. സംഗീതം, നൃത്തം, പെയിന്റിംഗ്, വസ്ത്രധാരണം എന്നിവയിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. മറ്റൊരു നക്ഷത്രത്തിനും ഇല്ലാത്ത വിധം റോയലായി ജീവിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. പൂരം നക്ഷത്രക്കാർ ഒരു കാന്തം പോലെയാണ്. അവർ എവിടെ പോയാലും ആളുകൾ അവരിലേക്ക് ആകർഷിക്കപ്പെടും. ഒരാൾക്കൂട്ടത്തിനിടയിൽ മൗനം പാലിച്ചിരുന്നാലും പൂരക്കാരെ ആളുകൾ ശ്രദ്ധിക്കും. പുറമെ ഗൗരവക്കാരായി തോന്നുമെങ്കിലും ഉള്ളിൽ വളരെ സ്നേഹമുള്ളവരാണിവർ. സഹായം ചോദിച്ചു വരുന്നവരെ ഇവർ കൈവിടില്ല. ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകില്ല. സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. മനോഹരമായി സംസാരിക്കാൻ പൂരം നക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവുണ്ട്. നർമ്മബോധം ഇവരുടെ പ്രത്യേകതയാണ്. പൂരം നക്ഷത്രം എന്നത് ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും മാത്രം നക്ഷത്രമല്ല, അത് ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും കൂടെ അടയാളമാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ സ്വന്തം ജീവിതം മെഴുകുതിരി പോലെ എരിച്ചു കളയുന്നവരാണ് പല പൂരം നക്ഷത്രക്കാരും. തങ്ങളുടെ അഹംഭാവത്തെ വെടിഞ്ഞ് മടിയെ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ ലോകം കണ്ട ഏറ്റവും വലിയ നേതാക്കളായും കലാകാരന്മാരായും മാറാൻ പൂരം നക്ഷത്രക്കാർക്ക് സാധിക്കും. നിങ്ങളൊരു പൂരം നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങളിലെ രാജകീയതയെ തിരിച്ചറിയുക. ഒപ്പം നിങ്ങളുടെ ഉള്ളിലെ ആ ശാന്തമായ സ്വകാര്യ ഇടത്തെ ധ്യാനത്തിനായി മാറ്റിവെക്കുക. അപ്പോൾ നിങ്ങൾ തേടുന്ന ആ യഥാർത്ഥ സന്തോഷം നിങ്ങളെ തേടിയെത്തും.